ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വെക്കേഷന് വേണ്ടി പോവുകയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സർപ്രൈസ് ജേർണിയാണ്. ഞങ്ങളുടെ വീട്ടുകാർക്കോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഫ്രണ്ട്സിനോ ആർക്കോ ഒന്നും അറിയില്ല ഞങ്ങൾ ഈ നാട്ടിൽ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ വി ആർ സോ മച്ച് സൂപ്പർ എക്സൈറ്റഡ്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. സോ അവിടെ എയർപോർട്ടിൽ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞങ്ങൾ എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. ടൈം ഇത്രയായില്ലേ, ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി. ഞങ്ങൾ 2 ആളും ഇംഗ്ലീഷ് ഷവർമയും പിന്നെ 2 ഡ്രിങ്ക്സും പറഞ്ഞു. ഇവിടെ ഇരുന്ന് ഈ വ്യൂവും കണ്ട് ഫുഡ് കഴിക്കാൻ വേറൊരു വൈബാണ്. ഈ ഹീത്രോ എയർപോർട്ട് യൂറോപ്പിലെ മോസ്റ്റ് ബിസിയസ്റ്റ് എയർപോർട്ടാണ്. ഇവിടെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും സെപ്പറേറ്റ് റൺവേ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മിനിറ്റിലും ഇവിടെ അറൈവലും ഡിപ്പാർച്ചറും നടക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയും ടൈമുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആവാം. അങ്ങനെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗേറ്റിൻ്റെ അവിടെ കുറേ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 2 പേര് 2 വീട്ടിലേക്കും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജോബിലാണ്, ഷിഫ്റ്റിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ്. അവർക്ക് യാതൊരുവിധ ക്ലൂവും കൊടുത്തിട്ടില്ല ഇതുവരെ. അറ്റ് ലാസ്റ്റ് ഫ്ലൈറ്റ് വന്നു. ഗേറ്റ് തുറന്ന് ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം. ദാ കിടക്കുന്നു നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ടുവന്നു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വെക്കേഷന് വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. നൈറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങി. ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും സ്ക്രീനിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറക്കം വരുന്നില്ല. സോ ഞങ്ങളും ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. റിച്ചു ആണെങ്കിൽ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ വരെ എത്തി, ഇനി എത്ര ദൂരം പോകാനുണ്ട്, അങ്ങനെയൊക്കെ. എന്താണെന്നറിയില്ല, ടൈം ഒട്ടും പോകുന്നില്ല. സോ എന്നാൽ ഗെയിമെങ്കിൽ ഗെയിം. അങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് ഗെയിമും കളിച്ചു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാനുള്ള മൂഡല്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാടെത്തിയാൽ മതി എന്നുള്ള മൂഡാണ്. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഫുഡിനുള്ള ടൈമായി. സോ എയർ ഹോസ്റ്റസും ക്രൂവും കാര്യങ്ങളെല്ലാവരും അടുത്ത ഫുഡായിട്ട് വന്നു. ഇത്രയും നേരം നമ്മൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഫുള്ള് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും വിസിബിൾ ആയിരുന്നില്ല. ബട്ട് അബുദാബി എത്താറായപ്പോൾ ഫുള്ള് ലൈറ്റ്സാണ് ഇവിടെ. അബുദാബിയിലെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നൈറ്റിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അബുദാബിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേറൊരു ഗേറ്റിലേക്കാണ് പോകേണ്ടത്. അത് വേറൊരു സെക്ഷനിലാണ്. സോ അതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ അവിടേക്കായിട്ട് ഞങ്ങൾ പോകുവാണ്.
അബുദാബി എയർപോർട്ട് നൈസാണ് കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറിയേക്കാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ഇനി നാട്ടിലെത്താനുള്ള ദൂരം ഏതാനും മണിക്കൂർ മാത്രം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ ഫുള്ള് പുറത്തേക്ക് നോക്കി തന്നെ ഇരുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റ് നൈറ്റിലായതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ് മോർണിംഗ് ടൈമിലാണ്. സോ നമുക്ക് വെളിച്ചവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മേഘങ്ങളുടെ അടിയിലുള്ള കടല്? സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ ബോട്ടും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും നമുക്ക്. നമ്മൾ കാത്തിരുന്ന ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് തിരിച്ച് നമ്മൾ നാട്ടിലെത്താൻ പോകുന്നു. ഫ്ലൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇനി എത്രയും പെട്ടെന്നൊന്ന് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ ബാഗേജൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി വീട്ടിൽ ചെന്നിട്ട് പാരൻസും ഞങ്ങളുടെ റിലേറ്റീവ്സും സർപ്രൈസ് ആയോ എന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.